ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ജൂൺ മാസത്തിലൂടെ കടന്നു പോവുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാസമാണ് ഈ ജൂൺ മാസം. ഈശോയുടെ തിരുഹൃദയത്തെപ്പറ്റി ചിന്തിക്കാനും വിചിന്തനം ചെയ്യാനും ഈശോയുടെ തിരുഹൃദയത്തിനോട് നമ്മളെ കൂടുതലൊക്കെ, അവൻ്റെ സ്നേഹത്തോട് നമ്മളെ കൂടുതലൊക്കെ അടുപ്പിക്കാനൊക്കെ ആയിട്ട് സഭ അവസരം നൽകുന്ന ഒരു മാസം. നമുക്ക് വേണ്ടി മുറിയപ്പെട്ട ഒരു ഹൃദയം, നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം. ആശ്രമത്തിൽ ഞങ്ങളുടെ കിച്ചണിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കുട്ടൻചേട്ടനുണ്ട്. കുട്ടൻചേട്ടന് 2 കുട്ടികളാണ്. ഒന്നൊരു വാവച്ചി എന്നൊക്കെ ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ബേസിൽ, ബാസ്റ്റിൻ, പിന്നെ ഒന്നൊരു ഇത്തിരി കൂടി മുതിർന്ന ഒരു ബേസിൽ എന്ന് പറഞ്ഞൊരു കുട്ടി. അപ്പോൾ ഇവർ ഈ കഴിഞ്ഞ വെക്കേഷന് ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ നടുമുറ്റത്ത് ഒളിച്ചുകളി കളിക്കുകയാണ്. ഈ ഹൈഡ് ആൻഡ് സീക്ക് എന്നൊക്കെ പറയുന്ന ഈ ഒളിച്ചുകളി. ഞങ്ങൾ കുറച്ച് ഡീക്കന്മാർ ആ സമയത്ത് ഒരു 10 മണി നേരത്ത് അവിടെ ഇരുന്ന് ഞങ്ങളുടെ റിഫക്ടറിയിലിരുന്ന് ചായ കുടിക്കുന്നു. ഞങ്ങളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ഒരു തൂണിൻ്റെ മറവിൽ ഒരാൾ ഒളിക്കുന്നു, ഒരാൾ എണ്ണുന്നു, മറ്റൊരാൾ വേറൊരിടത്ത് നിന്ന് ഒളിക്കുന്നു. ചിലപ്പോൾ നമ്മളൊക്കെ ഇരിക്കുന്ന ഡോറിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇങ്ങനെ ഒളിച്ചിട്ട് കാണിച്ചു കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അത് കാണുമ്പോൾ തന്നെ ഒരു നമ്മൾ വല്ലാണ്ട് ഒരു നൊസ്റ്റാൾജിക്കൊക്കെ ആയിട്ട് വീണ്ടും ഒരു പഴയ കാലത്തോട്ടൊക്കെ പോകാനൊക്കെ ആയിട്ട് തോന്നും. ഞാൻ പിന്നീട് ഈ ഒരു ഒളിച്ചുകളീനെ പറ്റിയിട്ട് ഇങ്ങനെ വെറുതെ ആലോചിക്കുകയായിരുന്നു. ഈ ഒളിച്ചുകളിയുടെ ത്രില്ല് എന്നാണെന്നറിയോ? ഒരു മനുഷ്യൻ ഇങ്ങനെ നമ്മളെ മടുക്കാണ്ട് ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനത് ജീവിതമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യായിരുന്നു. ജീവിതത്തിൻ്റെ ഒരു ത്രില്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹമുള്ള ഒരാൾ ഇങ്ങനെ മടുക്കാണ്ട് നമ്മൾ അന്വേഷിച്ച് വരുന്നുണ്ട് എന്നെങ്കിൽ ജീവിതം ഇങ്ങനെ വളരെ ത്രില്ലുള്ള ഒന്നാണ്, അല്ലെങ്കിൽ ജീവിതം വളരെ ബ്യൂട്ടിഫുള്ളാണ്. എന്നിങ്ങനൊരു മനുഷ്യൻ ഇല്ലാണ്ടാകുന്നു, അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരാളിങ്ങനെ നമ്മുടെ അകന്നു പോകുന്നു, എന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്കാണെന്നൊക്കെ തോന്നും. ജീവിതത്തിൻ്റെ തന്നെ ഒരു രസം ഇങ്ങനെ അസ്തമിച്ചു പോകുന്നു. ഈ ഈശോയുടെ തിരുഹൃദയം നമ്മളെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര് ഇട്ടേച്ച് പോയാലും ഞാൻ കൂടി ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് മുറിയപ്പെട്ടത്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയിട്ടാണ് ഇങ്ങനെ എരിഞ്ഞ് ഇങ്ങനെ അഗ്നി പോലെ നിൽക്കുന്നതും. ഈശോയുടെ ആ തിരുഹൃദയത്തിൻ്റെ രൂപത്തിലേക്ക് നോക്കി ഒരു കൈകൊണ്ട് അവനിങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഇങ്ങനെ എരിയുന്ന ഒരു ഹൃദയമുണ്ട്, വേറൊരു സ്ഥലത്ത് ഇടയില്ലെങ്കിലും ഈ ഹൃദയത്തിൽ ഇടമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഈശോയുടെ തിരുഹൃദയം. ഈശോയുടെ തിരുഹൃദയത്തെ പറ്റിയിട്ട് ബൈബിളിൽ അങ്ങനെ നേരിട്ടുള്ള പരാമർശങ്ങളില്ല. എങ്കിലും ഈശോയുടെ തിരുഹൃദയത്തെ തിരുകൂടിയൊക്കെ ഫീൽ ചെയ്തിരിക്കുന്ന 2 മനുഷ്യർ എന്ന് ഞാൻ വിചാരിക്കുന്ന, ഒന്ന് യോഹന്നാൻ സ്ലീഹയാണ്, ഈശോയുടെ പക്ഷത്ത് ചാരിക്കിടന്ന മനുഷ്യൻ. 2 ഈശോയുടെ ആ നെഞ്ചിൽ കുന്തം കുത്തിയിറക്കിയ ആ ഒരു പടയാളിയും. യോഹന്നാൻ സ്ലീഹ മാത്രമാണ് ഈശോയുടെ 12 ശിഷ്യന്മാരിൽ രക്തസാക്ഷിയാകാതിരുന്ന ഒരു മനുഷ്യൻ. അവസാന കാലഘട്ടം പാത്മോസ് എന്ന ദ്വീപിലായിരുന്നു അദ്ദേഹം ചെലവഴിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പാത്മോസിലെ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൂടി വരും. ഇദ്ദേഹം ഇങ്ങനെ പ്രായമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. എന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കും, ഈശോയുടെ പക്ഷത്തൊക്കെ ചാരിക്കിടന്നൊരു മനുഷ്യനല്ലേ, ഈശോയെ കുറച്ചും കൂടിയൊക്കെ അടുത്തറിയാൻ പറ്റിയൊരു മനുഷ്യനല്ല, ഈശോയെ പറ്റി എന്തെങ്കിലുമൊക്കെ കൂടുതൽ പറയാൻ പറ്റുമോ? അപ്പോൾ ഈ യോഹന്നാൻ സ്ലീഹ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് പറയും സ്നേഹം. പക്ഷേ ആളുകൾക്ക് അത് കേട്ടാൽ പോരോ, കൂടുതലായിട്ട് എന്തെങ്കിലും ഈശോയെ പറ്റിയിട്ട് പറയുമോ? അപ്പോഴും യോഹന്നാൻ സ്ലീഹ ഇങ്ങനെ വിദൂരത്തേക്കൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന പോലെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച്, അല്ലെങ്കിൽ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ലോകം ഇങ്ങനെ നടക്കുന്ന പോലെയൊക്കെ വിചാരിച്ച് ഈ യോഹന്നാൻ സ്ലീഹ പറയും സ്നേഹം. ആളുകൾ ചോദിക്കും കുറച്ചും കൂടി കൂടുതൽ പറയാൻ പറ്റുമോ? ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറയും. എന്നിട്ട് യോഹന്നാൻ സ്ലീഹ പറയും സ്നേഹം. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടിയിട്ട് സ്നേഹത്തോടെ തുടിക്കുന്ന ഒരു ഹൃദയമാണ് ഈശോയുടെ. എത്രയ്ക്ക് കുടുംബാഭികളാണെങ്കിൽ പോലും എൻ്റെ ഹൃദയത്തിലൊരു ഇടമുണ്ടെന്നാണ് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിലൂടെ നൽകുന്ന വാഗ്ദാനങ്ങളിൽ ഒന്ന്. മറ്റൊരാൾ നമ്മൾ തീർച്ചയായിട്ടും ബൈബിളിൽ കാണുന്ന ഒരാൾ ലോഞ്ചിനൂസ് എന്ന പടയാളിയാണ്. അദ്ദേഹം എന്താ ചെയ്തത്? ഈശോ മരിച്ചു എന്ന് ഉറപ്പുവരുത്താനായിട്ട് കുന്തം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വക്ഷത്തേക്ക് കുത്തിയിറക്കി. യോഹന്നാൻ തല വെച്ച അതേ ഇടത്തേക്ക് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട രക്തവും ജലവും ആ ഒറ്റക്കണ്ണൻ്റെ മറ്റേ കണ്ണുകൂടി തുറന്നു. എത്ര മോശപ്പെട്ട മനുഷ്യനാണെങ്കിലും അവൻ്റെ ഹൃദയത്തിലൊരു ഇടമുണ്ട്. നമ്മൾ ഒറ്റയ്ക്കൊന്നല്ല, അവൻ കൂട്ടിനുണ്ടെന്നൊരു ഓർമ്മപ്പെടുത്തൽ ഈശോയുടെ തിരുഹൃദയം നമുക്ക് തരുന്നുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാനമായിട്ട് എഴുതിയ ചാക്രി ലേഖനം ഈശോയുടെ തിരുഹൃദയത്തെ പറ്റിയിട്ടാണ്. സ്നേഹം നഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവൻ്റെ ഹൃദയത്തിലേക്ക് ഓടിയെത്തണം. എല്ലാവർക്കും ഇടമുള്ള ആ ഒരു ഹൃദയത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അവൻ്റെ സ്നേഹം നമ്മളെ പൊതിയുന്നുണ്ട്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.